ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ അതിനകത്ത് പറഞ്ഞേക്കണതൊന്ന് പാസ് ലൈറ്റ്, അതായത് പാസിംഗ് ലൈറ്റ് വർക്കിംഗ് അല്ല. പിന്നെ ഈ സൈഡ് കവറുകൾ ചെറുതായിട്ട് ലൂസായി കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണത് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണത് പറഞ്ഞിട്ടുണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മെയിൻ സ്റ്റാൻഡ് ഈ ബാക്കിൽ വണ്ടി ഒന്ന് ടച്ച് ചെയ്ത് ഇപ്പോൾ മെയിൻ സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിൽ കയറി ലോക്കായി ഉണ്ടാവും, അപ്പോൾ അതും ഒന്ന് ക്ലിയർ ചെയ്യണത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണം വർക്ക്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ നമുക്കത് ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. 2023 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ടും 4 ആമ്പിയറും എന്ന ബാറ്ററിയാണ് നമുക്ക് ഗ്ലാമറിന് വരാം. നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ ശ്രദ്ധിച്ചോ, 12.99 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുതിയൊരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് 2023 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു വർഷം വാറണ്ടി പീരീഡിലൊക്കെ ആയിരിക്കാം. ഇപ്പോൾ 2023 ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ഉണ്ടായേക്കാം. ഫസ്റ്റൊക്കെ ആണെങ്കിൽ കിട്ടില്ല, എന്തെങ്കിലും ലാസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാറണ്ടി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ 2025 5-ാം മാസമല്ലേ ആയുള്ളൂ. അത് സ്വാഭാവികമായിട്ട് നമുക്ക് 24 മാസമാണ് വാറണ്ടി പീരീഡ്. ആമറോൺ ബാറ്ററിയുടെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുടെ പീരീഡ് വന്നത് 24 മാസമാണ്. അപ്പോൾ 24 മാസം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതായിരിക്കും മുമ്പ് വേറെ ഒരു പ്രൊസീജിയർ കൂടി ചെയ്തു നോക്കാനുണ്ട്. ബാറ്ററി ഒന്ന് ഫുൾ ചാർജിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോഴും കംപ്ലയിൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വലിയ പഴക്കമില്ലാത്ത ബാറ്ററി ഡാമേജ് വരാനായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ പുതിയ ബാറ്ററി നമ്മളിപ്പോൾ വെച്ചു. ഇപ്പോൾ ഞാൻ വെച്ചത് 2025 ബാറ്ററിയാണ്. 25 എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് വന്ന 2 നമ്പറാണ് അതിൻ്റെ കോഡ് മെൻഷൻ ചെയ്യണത്. 25 എന്ന് പറയുമ്പോൾ 2025, മറ്റേത് 23 വരാം 2023. അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി മാറ്റി വെച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, സെൽഫൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഈ സെൽഫ് മോട്ടർ ഒരു വലിച്ചിൽ കാണിക്കുന്നുണ്ട്. അതായത് കൂടുതൽ പവർ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചറിൻ്റെ പവർ ഫെയിലിയർ വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. കൃത്യമായിട്ട് നമ്മൾ ടച്ച് ആകുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടണം. സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട്, ചില സമയങ്ങളിൽ എടുക്കാത്ത രീതിയിലൊരു വലിച്ചിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മോട്ടറിൻ്റെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ബാറ്ററി വാറണ്ടിയിലുള്ളതാണോ എന്നുള്ള ദിവസം ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ മാറ്റാം. അതല്ലെങ്കിൽ പുതിയ ബാറ്ററി വെച്ചാലാണ് സെൽഫ് റെഡി ആക്കാൻ പറ്റുള്ളൂ നിലവിലത്തെ അവസ്ഥ. ഇനിയിപ്പോൾ പുതിയ ബാറ്ററി നമ്മൾ വെച്ചു എന്ന് കരുതിയാലും മോട്ടറിന് ഈ ഒരു പ്രോബ്ലം, ഇങ്ങനത്തെ ഒരു പ്രശ്നം മോട്ടർ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെക്കുന്ന ബാറ്ററിയുടെ ലൈഫും കുറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് എടുക്കുന്ന പവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികൾ കൃത്യമായിട്ട് കിട്ടില്ല. സെൽഫ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയും സെൽഫ് മോട്ടറുമാണ് മാറ്റി വയ്ക്കേണ്ടത്. രണ്ടും കൂടി മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് 100% മാറുള്ളൂ. ഇതല്ലെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലും സെൽഫ് അടിക്കും, പക്ഷേ ചില സമയങ്ങളിൽ വലിച്ചിൽ കാണിക്കും. ആ സമയത്ത് കൂടുതൽ ബാറ്ററിയിൽ നിന്ന് പവർ പോവും, ബാറ്ററി ഹീറ്റിങ് കാണിക്കും, കംപ്ലയിൻസിലേക്ക് പോകും. അങ്ങനെ ആ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി മാറ്റാൻ പറഞ്ഞ വണ്ടി മാറ്റിയാലും ഇടയ്ക്ക് സെൽഫ് എടുക്കുന്നില്ലല്ലോ എന്നൊരു കംപ്ലയിൻറ്റ് സ്വാഭാവികമായിട്ടും നിങ്ങൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പറയും. അത് ഇല്ലാതിരിക്കാനാണ് നമുക്ക് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ട്, അതും കൂടി ക്ലിയർ ചെയ്താലാണ് ഈ കംപ്ലയിൻറ്റ് പിന്നീട് നമുക്ക് കാണിക്കാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം, എന്നാലും നമുക്ക് അതനുസരിച്ച് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ദിവസമൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ഊറ്റി ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ലെവൽ വളരെ കുറവായിട്ട് കാണണം. എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. അത് കിലോമീറ്റർ എത്ര ഓടിയെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഓയിൽ മാറണം. കളർ നോക്കിയാൽ നമുക്ക് 100% പറയാൻ പറ്റില്ല. സർവീസിൻ്റെ കൂട്ടത്തിലും നമ്മൾ മാറ്റാൻ നിൽക്കരുത്. സർവീസ് വരാൻ ജനറലായിട്ട് സർവീസ് കൃത്യമായിട്ട് ചെയ്യുന്ന വണ്ടികളാണെങ്കിൽ അത് സർവീസ് വരുന്നത് നമുക്ക് 4 മാസം, അതല്ലെങ്കിൽ 120 ദിവസം കൂടുമ്പോഴാണ് ജനറലായിട്ട് സർവീസ് ചെയ്യേണ്ടത്. പക്ഷേ ആ വണ്ടികൾ ഇപ്പോൾ കിലോമീറ്റർ 3000 ഓടിയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ കിലോമീറ്റർ ആയിട്ട് ചെയ്താൽ മതി എഞ്ചിൻ ഓയിൽ. നേരെ മറിച്ച് 4 മാസത്തിന് മുമ്പേ 3000 കിലോമീറ്റർ കടന്നു പോകുന്ന വണ്ടികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കിലോമീറ്റർ അനുസരിച്ച് എഞ്ചിൻ ഓയിൽ മാറണം. ഇതിന് പറ്റിയാണത് ഇപ്പോൾ നിലവിൽ ഓയിൽ വളരെ കുറവാണ്. വരുമ്പോൾ വേറെ യാതൊരു പ്രശ്നങ്ങളും. ഇപ്പോൾ നമ്മൾ ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുകയുടെ പ്രശ്നം കാണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓയിൽ കുറഞ്ഞ ഓടുന്ന വണ്ടി സിലിണ്ടർ ഹെഡ് സ്ക്രാച്ച് വന്നിട്ട് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഇനി അതല്ലെങ്കിൽ ഒരു പക്ഷേ ഓൾറെഡി ആ ഒരു കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും ഈ പറഞ്ഞ ഓയിൽ കുറഞ്ഞു പോയേക്കുന്നത്. ഓയിൽ മാറ്റാത്തത് കൊണ്ടും വ്യത്യാസം വരും, ഓയിൽ കത്തി പോകുന്നത് കൊണ്ടും ഓയിൽ കുറയാൻ സാധ്യതയുണ്ട്. എങ്ങനെയായാലും നമ്മളത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് അതൊന്ന് ക്ലിയർ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസമൊക്കെ ഓടുക, അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്. ആ കുറയുന്നത് ഒരു ഏകദേശം ഒരു
1000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ഒരു 100-150 മില്ലിയൊക്കെ കുറയുന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ ഗൗരവത്തിലെടുക്കണം. ആ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത് തീർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് എഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാണ്. ഞാൻ ഓയിൽ ലെവൽ കുറവാണ്ട് കാരണം ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു എന്നുള്ളൂ. ഈ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ബാറ്ററി ഞാനൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ബാറ്ററി മാറ്റിയതിന് ശേഷമാണ് നമുക്ക് സെൽഫ് എടുക്കാൻ പറ്റുള്ളൂ. വീണ്ടും ആ മോട്ടറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ബാറ്ററിയും സെൽഫ് മോട്ടറും കൂടി മാറ്റിയാലാണ് കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ബാറ്ററി വാറണ്ടി പീരീഡിലുള്ളതാണോ ആണെങ്കിൽ ആ വാറണ്ടി കാർഡ് നോക്കി നമുക്ക് അറിയാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.